ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യുടെ മീറ്റർ കേബിൾ എങ്ങനെ വീട്ടിലിരുന്ന് ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോസസ്സാണ്. വാങ്ങിക്കുന്ന സമയത്ത് റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കുക. ഇതിൻ്റെ കേബിളിൻ്റെ റേറ്റ് വരുന്നത് 125 MRP വരുന്നത്. അപ്പോൾ സ്പെയർ പാർട്സ് വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള തന്നെ വാങ്ങിക്കുക. അതാകുമ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരില്ല. അപ്പോൾ പ്രോസസ്സിലോട്ട് കടക്കാൻ നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് ഇവിടെ കാണാം, ഓൾറെഡി ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് അതിൻ്റെ എൻഡ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് മുകൾ വശത്തും. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കാണുന്ന ഒരു ക്യാപ്പിൻ്റെ മുകളിൽ കാണുന്ന സ്റ്റാർ സ്ക്രൂ നമ്മൾ ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അഴിച്ചെടുക്കുക. അപ്പോൾ ത്രെഡ് പോവാതെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലായിട്ടുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറാണ് കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു മറ്റേ കൈ കൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇളകി താഴോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കെയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കേബിൾസ് വരുന്നുണ്ട്. കേബിൾസ് വേണ്ടിക്ക് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാം. അതാണ് കുറച്ചും കൂടി സേഫ്. ലൈറ്റിൻ്റെ കേബിളാണത്. അപ്പോൾ അത് ഒന്നുകിൽ നമ്മൾ ഹാങ് ചെയ്ത് അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ മീറ്ററിൻ്റെ താഴെയായിട്ട് ഈ കാണുന്നതാണ് നമ്മൾ അത് ഒരു എൻഡ് വരുന്ന ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ കേബിൾ നമ്മൾ ഇടുന്ന ഒരു പ്രോസസ്സാണ് ആദ്യം. ഇവിടെ കാണുന്ന ഈ ഒരു ഹോള്, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളത് താഴോട്ട് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേബിള് നമ്മൾ പാക്കറ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെയാണ് ഉണ്ടാവുക, അടിവശവും മുകൾ വശവും. അതിൽ ആ ഒരു ത്രെഡ് വരുന്നൊരു വശം, ചെറിയൊരു വശമാണ്. അത് നമ്മൾ ആ ഹോളിൻ്റെ അകത്തുകൂടി താഴോട്ട് ഇട്ട് കൊടുക്കുക. ആ ഹോളിൻ്റെ അകത്തുകൂടി തന്നെ ഇടുക. അതാവുമ്പോഴാണ് കുറച്ച് സേഫായിട്ടുള്ളതും കറക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ആ ഒരു പോർഷനും അതിലൂടെ ഇറക്കുക. അതുപോലെ തന്നെ താഴെ നമ്മൾ ടയറിൻ്റെ ആ ഒരു വശത്തോട്ട് ഇറക്കി വെക്കുക. അപ്പോൾ അത് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞു. പിന്നീട് നമുക്കിവിടെ ഒരു റൗണ്ട് ത്രെഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പൊക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മെറ്റലിൻ്റെ റോഡ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മീറ്ററിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു എൻഡിൽ ഒരു സ്ക്വയർ എന്നുള്ള ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മീറ്ററിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലും ആ ഒരു സ്ക്വയർ ഉള്ള ആ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം പുറത്തുള്ള ആ ഒരു ത്രെഡ് നമ്മൾ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഇത്. ജസ്റ്റ് ഒന്ന് അഴിക്കുക, അതുമാത്രമാണ് അതൊന്ന് കെയർ ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് മാക്സിമം മുകളിലോട്ട് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആ കേബിൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നിന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് അടിയിലുള്ള ഒരു പോർഷൻ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായി ആ കേബിള് നിങ്ങൾക്ക് കാണാം, ഇതുവഴിയാണ് താഴോട്ട് എടുത്തിരിക്കുന്നത്. അവിടെ ഒരു ഹോള് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു മുകളിലുള്ള ആ ഒരു ത്രെഡിൻ്റെ അകത്തോട്ട് ഇത് കയറി നിൽക്കും. അതുപോലെ തന്നെ ഈ ഒരു എൻഡ് നമ്മൾ ഇവിടെയുള്ള ആ ഒരു പിന്നിലോട്ട് കണക്ട് ചെയ്യാണ് വേണ്ടുന്നത്. ഇവിടെയും നിങ്ങൾക്ക് കാണാം, ഒരു ഹോള് കാണാം. ഒരു സ്ക്വയർ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഹോളാണ്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ കേബിൾ ഇറക്കി വെക്കുക. മാക്സിമം ടൈറ്റ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.